ഇത്തവണ പാർട്ടിയെ തന്നെ എന്താ പറയുക പൂർണ്ണമായിട്ടും വിട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. അത് അവര് പരിശോധിച്ച് നോക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ ആക്ഷേപമായിട്ട് എടുക്കണ്ട. അവർക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. CPM സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും അവരുടെ സംവിധാനങ്ങളൊന്നും ഇല്ലാതായിട്ടില്ല. അവരുടെ ഏരിയ സെക്രട്ടറിമാരുടെ, അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ, അവരുടെ സ്ഥാനാർത്ഥിയുടെ ഒക്കെ സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർ പറയട്ടെ. അല്ല, ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല. ഒരു സത്യം പറയാതിരിക്കാൻ പറ്റില്ല. മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് LDFിനോട് ശക്തമായിട്ടുള്ള പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായിട്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമില്ല. അല്ലാതെ BJPയുടെ ഒരു ഔട്ട്റീച്ച് പോയതിനെ പറ്റിയല്ല നിങ്ങൾ പറയേണ്ടത്. കേരള കോൺഗ്രസ്, അതായത് കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നിന്ന് കേരള കോൺഗ്രസ് പ്രവർത്തിച്ചപ്പോൾ അവരെ കടപുഴകി എറിഞ്ഞില്ലേ കേരളം? ഒറ്റ സീറ്റിൽ അവർ ജയിച്ചില്ലല്ലോ. ജോസ് കെ മാണിയുടെ പാർട്ടി ജോസ് കെ മാണിയുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടി അല്ലല്ലോ. പാലായിലെ ഒരു രാഷ്ട്രീയമായിട്ട് അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ കെ മാണിയുടെ കാലം മുതൽ. ആ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാറ്റ് LDFിനെതിരെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് BJPയുടെ ഷോൺ ജോർജും PC ജോർജും അതുപോലെ അനൂപ് ആന്റണിയും ജയിച്ചില്ല എന്ന് പറയുന്നവര് കാണേണ്ട ഒരു വസ്തുതയാണ്. കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നിന്നവരെ എല്ലാവരെയും തോൽപ്പിച്ചു. കേരള കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ സ്ഥലത്തും അവരുടെ മന്ത്രിമാരും MLAമാരും ജോസ് കെ മാണി തന്നെ ദയനീയമായി പരാജയം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമാണ്. അല്ലാതെ BJP അതിന്റെ ഔട്ട്റീച്ച് ഞങ്ങൾക്ക് പിന്നെ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഒരു ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ശ്രമമല്ല. ഇത് കുറച്ച് ദീർഘകാലത്തേക്കുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്നുള്ള അതൊരു വാർത്ത ശരിയായിട്ടില്ല, വിശകലനമല്ല. LDFിനെ സഹായിച്ചെങ്കിൽ അവർക്ക് 20,000 വോട്ട് എവിടെയാണ് പോകുന്നത്? അല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, SIRന് ശേഷം വോട്ടിലുണ്ടായിട്ടുള്ള കുറവിനെ സംബന്ധിച്ച് ആരും സംസാരിക്കുന്നേ ഇല്ല. SIR കഴിഞ്ഞതിന് ശേഷം നല്ല നിലയിലുള്ള വോട്ടിന്റെ കുറവ് ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 15,000-ഓളം വോട്ടുകൾ സ്വാഭാവികമായിട്ടും FCRന് ശേഷം ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അതും ശക്തമായിട്ടുള്ള സാമുദായിക ഏകീകരണവും. പിന്നെ ഒരു ത്രികോണ മത്സരത്തിൽ ഒരു കക്ഷി തീരെ ചിത്രത്തിലില്ല. പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ പരിശോധനയിൽ ഇപ്പൊ ഉദാഹരണത്തിന് LDF സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബൂത്തിൽ 19 വോട്ട് മാത്രമാണ് കിട്ടിയത്. നിങ്ങൾ അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, തുളു അക്കാദമിയുടെ ചെയർമാനാണ്, മഞ്ചേശ്വരത്ത് വലിയ കുടുംബ ബന്ധങ്ങളുള്ള ആളാണെന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ബൂത്തിൽ വെറും 19 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ സ്വന്തം ബൂത്തിലുള്ള വോട്ടുകൾ പോലും UDFിന് അനുകൂലമായി പോൾ ചെയ്യിച്ചതാണോ, അതല്ല ഏത് നിലയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിന് അവരെ മറുപടി പറയേണ്ടതാണ്. അല്ല, എന്താണ് സംഭവിച്ചതെന്ന് അവരാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും വലിയ തോതിൽ വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. സാധാരണ ഒരു 1,500-2,000 വോട്ടൊക്കെ പരിശോധിച്ച് അത് മറിക്കുന്നത് ഇവിടെ പതിവാണ്, ഞങ്ങൾ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാവരും സമ്മതിച്ചില്ല. ഇപ്പൊ കാസർഗോഡ് ജയിച്ച ബഹുമാനപ്പെട്ട MLA തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് അവരുടെ വോട്ട് കിട്ടും, CPMന്റെ വോട്ട് കിട്ടും. സാധാരണ നിലയിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വോട്ട് മറിക്കുക എന്നുള്ള ഒരു സമീപനമാണ് കണ്ടതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ സർവ്വവ്യാപകമായിട്ട് എല്ലാ ബൂത്തിലും 229 ബൂത്തിലും വോട്ട് മറിഞ്ഞതായിട്ടാണ് കാണുന്നത്. LDF പരിശോധിക്കട്ടെ. ഈ വലിയ തകർച്ചയ്ക്കിടയിൽ അവർക്ക് അത് പരിശോധിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പരിശോധിക്കേണ്ടതാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒറ്റയടിക്ക് 50% വോട്ട് ഇല്ലാതായി പോകും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അത് അതിനകത്ത് അസ്വാഭാവികതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ LDFിനെ പിന്നെ UDFിനെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളെ തന്നെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ആക്ഷേപം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെ വോട്ട് മറിയില്ലല്ലോ. സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം UDFിന് അനുകൂലമായി വലിയൊരു തരംഗമായി വന്ന സമയത്ത് പോലും BJP 3 സീറ്റുകളിൽ വിജയം കണ്ടു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്.
സാധാരണ നിലയിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം പ്രധാന പ്രതിപക്ഷത്തിനാണ് ലഭിക്കുക പതിവ്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ ഒരു മൂന്നാം ബദലിനും നല്ല നിലയിൽ പിന്തുണ നൽകി എന്നുള്ളതാണ് NDAയുടെ ഈ വിജയം കാണിക്കുന്നത്. വലിയ തോതിൽ സാമുദായിക ഏകീകരണത്തിന് ശ്രമം നടന്നു. ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചത് അതാണ്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം LDFന് കിട്ടിയ വോട്ടുകളിൽ 20,000-ഓളം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടമായിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും UDFനെ സഹായിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിലെല്ലാം പോയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം, LDFന്റെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല. വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനോ പോൾ ചെയ്യിക്കാനോ പുറത്തെ ബൂത്തുകളിൽ ആളെ ഇരുത്താൻ പോലും കഴിഞ്ഞ തവണ 40,000-ലധികം വോട്ട് കിട്ടിയ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ സാധിച്ചു. 20,000-ലധികം വോട്ടുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒറ്റയടിക്ക് മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവർക്ക് നഷ്ടമാവുന്നത്. അത് മാത്രമല്ല, വലിയ തോതിൽ സാമുദായിക ഏകീകരണത്തിനുള്ള ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമ്മൾ കണ്ടതാണ്. ആദ്യം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് വരെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും എല്ലാം നിർദ്ദേശിച്ച പേര് അവസാന നിമിഷത്തിൽ അവർ മാറ്റിയതിന് പിന്നിലും ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അത് പിൻവലിപ്പിക്കാൻ നടന്ന ശ്രമങ്ങളെല്ലാം വലിയ തോതിലുള്ള സാമുദായിക ഏകീകരണത്തിന് അവർ ശ്രമിച്ചതിന്റെ തെളിവുകളാണ്. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടിന്റെ കൂടി ഫലമാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചു. മഞ്ചേശ്വരത്തും കാസർഗോഡും കാഞ്ഞങ്ങാടും പുതുമയിലും BJPക്ക് നല്ല നിലയിൽ വോട്ട് വർദ്ധിച്ചു. എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം ചില ശക്തികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പച്ചയായി ഇടപെടുന്ന ചിത്രമാണ് നമ്മളിവിടെ കണ്ടത്. സംസ്ഥാനത്ത് പലയിടത്തും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി ശരിയായ വികസന കാഴ്ചപ്പാട് മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷെ മുസ്ലിം ലീഗ് അവസാന നിമിഷങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ പോലും തികഞ്ഞ സാമുദായിക ഏകീകരണത്തിന് വേണ്ടിയുള്ള നിർലജ്ജമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. നമ്മുടെ നാടിന്റെ സമാധാനത്തിനും നാടിന്റെ സുരക്ഷയ്ക്കും ഭീഷണിയായിട്ടുള്ള ആളുകളെ പോലും തെരഞ്ഞെടുപ്പിൽ പച്ചയായി ഉപയോഗിച്ചു എന്നുള്ള ചരിത്രവും നാളെ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അല്ല പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 15,000 കുറച്ചിട്ട് വേണം ഇത് കൂട്ടാൻ. അതായത് അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 65,000 വോട്ടാണ് കിട്ടി. ഈ പ്രാവശ്യം 68,000 സംതിങ് വോട്ട് കിട്ടി. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 65,000 വോട്ട് കിട്ടി, 745 വോട്ടിനാണല്ലോ നിങ്ങൾ തോറ്റത്. ആ 65,000-ൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പോൾ ചെയ്യേണ്ട 15,000-ഓളം വോട്ടുകൾ പോയിട്ടുണ്ട്. നല്ല നിലയിൽ മൈഗ്രേഷൻ ഉണ്ട്. നിങ്ങൾ അറിയാത്തവരൊന്നുമല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ധാരാളം ആളുകൾ മറ്റ് ബോർഡർ പ്രദേശങ്ങളിലേക്ക് സ്ഥലം മാറി പോവുകയോ അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വികസനം, ആശുപത്രി, സ്കൂളുകൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, റോഡുകൾ ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ നല്ല നിലയിൽ മൈഗ്രേഷൻ ഉണ്ട്. കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് മംഗൽപാടി, കുമ്പള, മഞ്ചേശ്വരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ താമസിക്കുന്നവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഗഡിപ്രദേശങ്ങളിൽ റോഡില്ലാത്ത, വെള്ളമില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത എൺമകജെ, പുറക്കാടി, പൈവളിക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ
ജോലി കിട്ടിയവർ മുഴുവൻ സ്ഥലം വിട്ടു പോയിട്ടുണ്ട്. പല ആളുകളും അവരുടെ ബന്ധുക്കളുള്ള സ്ഥലത്തേക്ക് സുരക്ഷിതമായ സ്ഥലം നോക്കി, ഞങ്ങൾക്ക് നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കുന്ന സ്ഥലം നോക്കി പോയിട്ടുണ്ട്. ഇതൊരു ശരിക്കും ഞാനൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഷയം പറയുന്നതല്ല, നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നല്ല നിലയിൽ മൈഗ്രേഷൻ ഉണ്ട്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 65,000 കിട്ടി, കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡ് ഇത്ര കിട്ടി, അതല്ല കണക്ക്. അതിൽ നിന്ന് നല്ല വോട്ട് പോയിട്ടുണ്ട്. ആ പോയതിന് ശേഷവും ഞങ്ങൾ 2 സ്ഥലത്തും വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. കാസർഗോഡ് മണ്ഡലത്തിലും വോട്ട് വർദ്ധിച്ചു, മഞ്ചേശ്വരത്തും വോട്ട് വർദ്ധിച്ചു. അതുകൊണ്ട് SIR-ന്റെ നഷ്ടം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ കാരണം LDF-ന്റെ അതിഭീകരമായിട്ടുള്ള നിസ്സംഗതയും തകർച്ചയുമാണ്. ഒരു പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി 50% വോട്ട് പോയിരിക്കുന്നു. അത് ഒരു മണ്ഡലത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ തകർച്ച നേരിട്ട പയ്യന്നൂരിലും അതുപോലെ തളിപ്പറമ്പിലും അടക്കം നിങ്ങൾ നോക്കിയോ, 50% വോട്ട് നേരെ ഒറ്റയടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഇല്ലാതായി പോകുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു വീഴ്ചയും വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചത് SIR എന്ന് പറയുന്ന ഒരു ഭീതി പരത്തി ഗൾഫ് രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ആൾക്കാരെ ഇവിടെ പൗരത്വം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഇവിടെ വന്ന് വോട്ട് ചേർപ്പിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവസാന നിമിഷം, പോളിംഗിന്റെ അവസാന നിമിഷം, നിങ്ങളൊക്കെ ഫീൽഡിൽ ഉണ്ടായിരുന്നവരാണ്, ഈ പ്രാവശ്യത്തെ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പൗരത്വം ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. ഒരു ആശങ്ക ജനസമൂഹത്തിനിടയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ചില മാധ്യമങ്ങളും, പേര് പറയുന്നില്ല, ഇവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോ ഒരു മാധ്യമം ഒരാഴ്ചക്കാലം ആ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുന്നത് വരെ നടത്തിയ ഇടപെടലുകൾ നോക്കൂ. നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് പാണക്കാട് തങ്ങൾ ഒരുമിച്ച് വരുന്നു, ജിഫ്രി തങ്ങൾ വരുന്നു, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും വരുന്നു, എല്ലാ മതസംഘടനകളും ഇടപെടുന്നു. അപ്പോ അത്തരത്തിൽ എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു സമീപനം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. തോറ്റിട്ട് മുടന്തൻ ന്യായങ്ങൾ പറയുന്നതല്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. അതിനുള്ള പ്രയോജനം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.